ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ദേ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓണം മേക്കപ്പ് കണ്ട ചെയ്തിട്ടുള്ളത്. ഭയങ്കര അപകടമില്ല, സിമ്പിളായിട്ട് ഫൗണ്ടേഷനോ കൺസീലർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ലുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കിയാലും. അപ്പോൾ ഇനി നമുക്ക് അതിന് ഒരു മോയ്സ്ചറൈസർ തേച്ച് കൊടുക്കാട്ടോ. അപ്പോൾ ഞാൻ ടോണറും അതുപോലെ തന്നെ സൺസ്ക്രീൻ കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ്. കാരണം ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് മേക്കപ്പ് ചെയ്യണത്. പിന്നെ നമ്മൾ പുറത്തേക്കൊന്നും പോകണില്ല, അതുകൊണ്ട് സൺസ്ക്രീനൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പോൺസിൻ്റെ കേട്ടോ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണത്. പിന്നെ ഞാൻ ആദ്യം യൂസ് ചെയ്തത് മമ്മാർത്തിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മാറ്റി പിടിക്കാമെന്ന് വെച്ചിട്ടാണ് പോൺസിൻ്റെ യൂസ് ചെയ്യണത്. പിന്നെ ഞാൻ ദേ ഫെയർ ആൻഡ് ലവ്ലി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യമൊക്കെ തേച്ചിരുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഇപ്പം ഞാൻ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. എനിക്കിത് ഇടുമ്പോൾ ഇപ്പോൾ കുറച്ച് ഫേസൊക്കെ ഇങ്ങനെ ബ്രൈറ്റ് ആയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫെയർ ആൻഡ് ലവ്ലിയാണ് തേക്കണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പാക്റ്റ് ഒന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. ഞാൻ സാധാ ടാൽക്കം പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യണത് പോൺസിൻ്റെ. അതും ഞാൻ ഓവറായിട്ട് ഇടണില്ല, കാരണം നമ്മൾ ഫൗണ്ടേഷനൊന്നും ഇടുന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് ഈ പൗഡർ മാത്രം ഇട്ട് കൊടുക്കണം കേട്ടോ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ക്യാമറയിൽ എടുക്കണ തന്നെ കുറച്ച് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവും കേട്ടോ. കാരണം ക്യാമറയിൽ വീഡിയോ എടുക്കുമ്പോൾ നല്ല ലൈറ്റിംഗ് സെറ്റപ്പൊക്കെ വേണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരുണ്ടിരിക്കുള്ളൂ കേട്ടോ. അപ്പം ഞാൻ കറക്റ്റായിട്ടുള്ളത് ഞാൻ വീഡിയോ പുറത്ത് പോയിട്ട് എടുത്തു തരാം കേട്ടോ, മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട്. എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഇതിനകത്ത് നമ്മൾ കുറച്ച് ഇരുണ്ടിരിക്കുള്ളൂ. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ഐബ്രോ ജെല്ലിട്ടാ. ഞാനിവിടെ മ്യൂസിക് ഫ്ലവറിൻ്റെ ഐബ്രോ ജെൽ ഐലൈനറാണ് എടുക്കണത്. പിന്നെ ഇതുപോലത്തെ ഒരു ആംഗുലർ ബ്രഷും കൂടി എടുത്തിട്ട് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം കേട്ടോ, ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഐബ്രോ എഴുതാറുള്ളത് കേട്ടോ. ഞാൻ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇതാണ് കുറച്ചും കൂടി എന്നിട്ട് പറയണത് നല്ല ഭംഗി ഉണ്ടാവണം കേട്ടോ, ഒരു നാച്ചുറൽ ഫിനിഷൊക്കെ തോന്നും കേട്ടോ. നമുക്ക് ഐബ്രോസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ, അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. നമുക്ക് രണ്ട് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു പോകണുണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും ഇതിനകത്ത് കിട്ടിയിട്ടില്ല, കാരണം മൈക്ക് ഓൺ ആയിരുന്നില്ല, മൈക്ക് ഓഫ് ചെയ്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ രണ്ട് ഐബ്രോ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു സ്പൂല് വെച്ചിട്ട് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എവിടെയെങ്കിലും ഓവറായിട്ട് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊക്കോളൂ കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെരിക്കലൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കൺസീലറോ അല്ലെങ്കിൽ ഫൗണ്ടേഷനോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ അടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും കേട്ടോ. നമ്മുടെ ഐബ്രോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ട് പിരിങ്ങിനും സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് നമുക്കൊരു കാജൽ വെച്ചിട്ട് കണ്ണെഴുതി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കണ്ണിൻ്റെ മുകളിലും കാജൽ വെച്ചിട്ടാണ് എഴുതുന്നത്. എന്നിട്ടാണ് അതിൻ്റെ മുകളിൽ ഞാൻ ഇത് ഐലൈനറും കൊണ്ട് എഴുതണത് കേട്ടോ. അപ്പം നല്ല നല്ല കറുപ്പായിരിക്കും കേട്ടോ കണ്ണ് എഴുതിയേക്കണത് കാണാനായിട്ട്. പിന്നെ അടിയിൽ എഴുതുമ്പോൾ ഞാൻ ഹാഫായിട്ട് എഴുതി കൊടുക്കണം കേട്ടോ, ഫുള്ളായിട്ട് അടിയിൽ എഴുതണില്ല കേട്ടോ. പിന്നെ നമുക്ക് ടൈറ്റ് ലൈൻ കൊണ്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഐലൈനറും കൂടി വെച്ചിട്ട് നമുക്ക് കണ്ണെഴുതി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഓണായതുകൊണ്ട് കുറച്ച് ട്രഡീഷണൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വാലൊക്കെ ഇട്ട് കണ്ണെഴുതണുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് കണ്ണും അങ്ങനെ തന്നെ എഴുതി കൊടുക്കാം. പിന്നെ അടിയിലും ഹാഫായിട്ട് എഴുതി കൊടുക്കാം കേട്ടോ. നമ്മുടെ ഐ മേക്കപ്പ് അപ്പോൾ കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മസ്കാര ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഫേക്ക് ലാഷസ് വെക്കണില്ലെന്നുണ്ടെങ്കിൽ 2-3 കോട്ട് ഇങ്ങനെ മസ്കാര ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് നന്നായിട്ട് ഇങ്ങനെ വിടർന്നിരിക്കും കേട്ടോ. അപ്പം ഞാനിത് മാർസിൻ്റെ മസ്കാരൻ്റെ യൂസ് ചെയ്യണത് നല്ലതാണ് കേട്ടോ. എന്നിട്ട് അതൊരു 2-3 കോട്ട് ഇട്ട് കൊടുക്കാണ്ട്. പിന്നെ ഞാനൊരു ലിപ് ലൈനർ വെച്ചിട്ട് ഇങ്ങനെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് ലിപ്സ്റ്റിക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ചുണ്ട് കുറച്ചിങ്ങനെ ഷേപ്പായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തേക്കണത് ഒരു മാർസിൻ്റെ പാലറ്റിൽ നിന്നാണ് എടുത്തേക്കണത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് എനിക്ക് കറക്റ്റ് ഇതിൻ്റെ ഷെയ്ഡ് പറയാൻ അറിയില്ല കേട്ടോ.
അപ്പോൾ ഇതിട്ട് കൊടുത്തപ്പോൾ എനിക്ക് അധികം അങ്ങനെ ഇഷ്ടമായിട്ട് തോന്നിയില്ല, അധികം ഇഷ്ടം തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു റെഡ് ഷെയ്ഡും കൂടി ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ ഒരു നല്ല ഷെയ്ഡായിട്ട് കിട്ടിയിട്ടാണ്. അങ്ങനെ 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടേക്കണത്. അപ്പോൾ ഞാൻ ഒരു ബ്രഷ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ കൈ വെച്ചിട്ടപ്പോൾ ശരിക്കും എൻ്റെ കോർണറിലൊന്നും ആവണുണ്ടായില്ല. ഇപ്പം എനിക്ക് ഈ ഷെയ്ഡ് ഇഷ്ടമായിട്ടാണ്, നല്ല വീണ്ടും കാണാൻ നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പൊട്ട് കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കറുത്ത പൊട്ടാണ് തൊടുന്നത്. ഞാൻ ഇടുന്ന ബ്ലൗസും കറുത്ത തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ കറുത്ത പൊട്ട് തന്നെയാണ് തൊടാറുള്ളത്. അപ്പോൾ നമുക്ക് പൊട്ട് കുത്തി കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ മേക്കപ്പ് ഒക്കെ ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടാണ്. അപ്പോൾ നീ ബ്ലഷ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ബ്ലഷ് ഇടണ്ടെന്നൊക്കെ വിചാരിച്ചാണ്, പിന്നെ ഞാൻ കിടന്നോട്ടേന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. മൂക്കിൻ്റെ അവിടെയും പിന്നെ ചിന്നിൻ്റെ അവിടെയൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനതേ ഒരു ഐ ഷാഡോ പാലറ്റ് എടുക്കണ്ട കേട്ടോ. അപ്പം ഞാൻ ഐ ഷാഡോ ഇടണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇപ്പം ഞാൻ നൈറ്റൊക്കെ ഇരുന്നിട്ട് വീഡിയോസ് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. എൻ്റെ കണ്ണിൻ്റെ അവിടെ ഡാർക്ക് സർക്കിൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ഷാഡോ ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറുള്ള ഷെയ്ഡാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ കൺസീലറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടി നല്ല കേട്ടോ. ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ഫേസ് കുറച്ച് നേരം കഴിയുമ്പോൾ ഡാർക്കായി പോകും കേട്ടോ. അപ്പോൾ നമുക്കിനി സാരിയും കൂടി എടുത്തിട്ടുണ്ട് കണ്ടാലോ. അപ്പോൾ ഈ സാരി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കുപ്പികളിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ കറുത്ത കളറുള്ള എൻ്റെ സെറ്റ് മുണ്ടും ഒരു സിൽവർ ബ്ലാക്ക് ചേർന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ കുപ്പികളിടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയുമാണ്, കാരണം ഞാൻ എപ്പോൾ കുപ്പികളിട്ടിട്ടുണ്ടെങ്കിലും പൊട്ടിപ്പോവും. ഭാഗ്യത്തിന് ഇന്ന് പൊട്ടിയില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ 2 കമ്മലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റഡ് മാത്രം ഇപ്പോൾ ഇടണ കാരണം എൻ്റെ അടുത്ത് അധികം ജിമിക്കൊന്നും ഇങ്ങനെ ഇല്ല കേട്ടോ. ആകെ ഒരു 4-5 ജോഡി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ജിമിക്കാണ് ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് വലുതാണ്. അപ്പോൾ കുറേ നാളത്തെ ഇങ്ങനത്തെ കമ്മലിട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ കേട്ടോ, ഭയങ്കര കനം തോന്നിക്കണം. അങ്ങനെ 2 കമ്മലും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം ഈ ഒരു മാല വെച്ച് നോക്കിയിട്ടാ. പിന്നെ ഞാൻ ഇതും കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഈ മാല വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ മുടി കെട്ടിയിട്ടുണ്ട് കേട്ടോ. മുടി ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ പിരിച്ചെടുത്തിട്ടാണ് കെട്ടിയേക്കുന്നത്. പിന്നെ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ മുല്ലപ്പൂ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ 2 സൈസിൽ മുല്ലപ്പൂ വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ വെച്ച് നോക്കി. പക്ഷേ അഴിച്ചിട്ടപ്പോഴാണ് ഏട്ടന് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടനോട് ചോദിക്കുന്നുണ്ട് ഇത് മതിയാന്ന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇങ്ങനെ മതിയിട്ട് അതാണ് ഭംഗിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടാണ്. അപ്പോൾ നല്ല മഴയുള്ള ദിവസം തന്നെ അധികം വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല കേട്ടോ. മഴ തോർന്ന സമയത്താണ് പോയി എടുത്തേട്ടാ. അപ്പോൾ ഇതാണ് എൻ്റെ ഓണം സിമ്പിൾ കേട്ടോ. എനിക്കെപ്പോഴും മുല്ലപ്പൂ ഇങ്ങനെ വയ്ക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഓണത്തിൻ്റെ മേക്കപ്പ് ലുക്ക്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ലുക്കാണ് കേട്ടോ. നമ്മൾ വേറെ ഒന്നും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം കേട്ടോ.